ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകാതെ ഇതിനെ എങ്ങനെ കൊണ്ടുവരാം, ഇതിനെ മെരുക്കിയെടുക്കാം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്നൊരു ചിന്ത അമേരിക്ക നടത്തുമ്പോൾ അതിൽ ആത്യന്തികമായി അവസാനിപ്പിക്കേണ്ടത് ഇറാൻ തന്നെയാണെന്ന് വരുമോ? അതായത് ഇതിനകത്ത് ഇപ്പൊ നോക്കൂ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള വലിയൊരു സമ്മർദ്ദം പ്രസിഡന്റ് ട്രംപ് നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് അമേരിക്കയിലെ പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴത്തെ, അതായത് ഇറാഖ് അധിനിവേശത്തിൽ നിന്നും അഫ്ഗാൻ അധിനിവേശത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ഡിവൈഡഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയനാണ് ഈ ഇറാന് നേരെയുള്ള ആക്രമണത്തിൽ അമേരിക്ക അഭിമുഖീകരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് നടത്തിയ ആ സ്പീച്ചിന്റെ സന്ദർഭത്തിൽ പ്രത്യേകമായി ഡെമോക്രാറ്റ് സെനറ്റുകളും കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ അതിശക്തമായി ആവശ്യപ്പെട്ടത് ഇറാനെതിരെയുള്ള ഈ ആക്രമണത്തിനൊരു ന്യായീകരണം, കൃത്യമായ ഒരു ജസ്റ്റിഫിക്കേഷൻ പ്രസിഡന്റ് സമർപ്പിക്കണമെന്നാണ്. പക്ഷെ അതിന് അദ്ദേഹം മുതിർന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് പ്രധാനം അന്താരാഷ്ട്ര തലത്തിലും ഒരു തരത്തിലുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കയ്യൊപ്പ് ചാർത്താൻ യുണൈറ്റഡ് നേഷനോ അതല്ലെങ്കിൽ നാറ്റോയോ അമേരിക്കയുടെ മറ്റേതെങ്കിലും സഖ്യകക്ഷികളോ, ഇപ്പൊ ബ്രിട്ടൻ പോലും അമേരിക്കയ്ക്ക് എയർ സ്പേസ് കൊടുക്കുന്നത് തടഞ്ഞു വെക്കുകയാണ് ചെയ്തത് ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ. അപ്പോ വളരെ ശക്തമായ സ്വാഭാവികമായ ഒരു സഖ്യകക്ഷി എന്ന് പ്രതീക്ഷിക്കുന്ന ബ്രിട്ടൻ പോലും അമേരിക്കയുടെ അങ്ങനെ ഒരു നിലപാട് ഇറാൻ അധിനിവേശ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ പ്രശ്നം യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നല്ല, അമേരിക്കയിലെ നല്ലൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് ഇത് അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയെ ഇപ്പോൾ അമേരിക്കൻ ജനത അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഫസ്റ്റ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ വിജയിച്ച ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് വേണ്ടി ഇങ്ങനെ ഒരു യുദ്ധം ഇത്രയും ചെലവഴിച്ച് ഇത്രയും ആളുകളെ കൊന്നൊടുക്കി ഇങ്ങനെ ഒരു യുദ്ധം നടത്തണമോ വേണ്ടയോ എന്നത്, പ്രത്യേകിച്ച് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളെ വരെ മുഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം എത്ര കാലം തുടരും എന്നത് അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ എതിർപ്പുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വളരെ സമ്മർദ്ദം ട്രംപ് നേരിടുന്നുണ്ട്. മേഖലയിലെ സമ്മർദ്ദം അതിന് പുറമെ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദവും പുറമെ റഷ്യയും ചൈനയും അതിശക്തമായിട്ട് ഒരു വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയി റെജിം ചേഞ്ച് എന്ന് പറയുന്ന അവസാനത്തെ ലക്ഷ്യം നേടിയെടുത്തിട്ട് യുദ്ധം അവസാനിക്കൂ എന്നതാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ അതൊരിക്കലും ആ അർത്ഥത്തിൽ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല, മറിച്ച് വളരെ നീണ്ട ഒരു യുദ്ധമായിരിക്കും. ആ നീണ്ട യുദ്ധം എത്രത്തോളം നീളുന്നുവോ അത്രത്തോളം ട്രംപ് പ്രതിസന്ധിയിലാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ കുറച്ച് ആളുകളെ കൊന്നൊടുക്കിയത് കൊണ്ട് മാത്രം യുദ്ധലക്ഷ്യം നേടി എന്ന് ട്രംപിന് പറയാൻ സാധ്യമല്ല. യുദ്ധലക്ഷ്യം നേടി എന്ന് പറയണമെങ്കിൽ ഒരു റെജിം ചേഞ്ച് തന്നെ വരണം. പക്ഷെ ആ റെജിം ചേഞ്ച് നേരത്തെ നമ്മൾ വിശദീകരിച്ച പോലെ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയിൽ കുറച്ചുകൂടി തലയൂരാനുള്ള എന്തൊക്കെ വഴികളുണ്ട് എന്ന് ട്രംപിന്റെ വശത്ത് നിന്നും കൂടി ആലോചിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിന്റെ ചുറ്റുമുള്ള ഉപദേശകർ എന്ന് പറയുന്നത് വളരെ സങ്കുചിതമായി തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് പല നിരീക്ഷകരും ആ വിഷയം പങ്കുവെക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം കൊണ്ട് അന്തിമമായിട്ട് ലോകത്തിന് എന്ത് നേട്ടം, അമേരിക്കക്ക് എന്ത് നേട്ടം? ഇപ്പോ ഇറാന്റെ എണ്ണ പ്രകൃതിവാതക സ്രോതസ്സുകൾ കൈയടക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ അതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അത്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷം അവർ അതിന് കണ്ടെത്തിയ അല്ലെങ്കിൽ ആ യുദ്ധങ്ങളുടെയൊക്കെ ഫലം കൂടി അനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കണം നടത്തേണ്ടിയിരുന്നത് എന്നതാണ് വാസ്തവത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നുള്ള ഫാക്ടേഴ്സ് ചിന്തിച്ച് അനലൈസ് ചെയ്ത് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുക. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്, ഒരു യുദ്ധം ആർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല, എല്ലാവർക്കും നാശങ്ങൾ മാത്രമാണ്. പക്ഷെ ഇവിടെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ യുദ്ധം കൊണ്ട് അമേരിക്കയെ കൂടെ ഈ വാർമുഖത്തേക്ക് എത്തിക്കുന്നതിൽ നേട്ടമുണ്ടാക്കിയ ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ ഇറാൻ മാത്രമായിരുന്നു ഒരു എതിർത്തുനിൽപ്പ് അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയിരുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ എന്നൊരു ശക്തി, ആയത്തുള്ള അലി ഖമേനി എന്ന ആൾ കൂടെ അവിടെ വീഴുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ആ മേഖലയിലൊരു അപ്രമാദിത്വം വളരെ നാളുകളായി ഇസ്രായേൽ അനുഭവിച്ചു വരുന്ന ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഘർഷത്തിൽ അമേരിക്കയെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു, യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു വലിയ വിജയമാണ്. ഇസ്രായേലിന്റെ ആസൂത്രണങ്ങൾ അതേപടി നടപ്പാകുന്നു. ഇസ്രായേലാണ് ആത്യന്തികമായി ഇവിടെ നേട്ടമുണ്ടാക്കുന്നത്. അതെ, അതിൽ സംശയമില്ല. ഇസ്രായേലാണ് അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ഇപ്പൊ നോക്കൂ, ഈ മിക്കവാറും
മിഡിൽ ഈസ്റ്റിലെ ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന മിക്കവാറും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരിക്കുന്നത് ഇത് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തുന്ന യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ നേരത്തെയുള്ള ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്ട് അത് നടപ്പാക്കണമെങ്കിൽ ഇവിടെയുള്ള ഏതെല്ലാം പൊട്ടൻഷ്യൽ ത്രെട്ട് ഇസ്രായേലിനുണ്ടോ അതൊക്കെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ അന്തിമമായി മിഡിൽ ഈസ്റ്റിനെ കയ്യിലാക്കാനും ഒരു ന്യൂ മിഡിൽ ഈസ്റ്റ് ഇപ്പോ പിന്നെ ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യുവോൻ ഗാലന്റ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് അടുത്ത കുറച്ച് ആഴ്ചകൾ വരുന്ന ഒരുപാട് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ദശകങ്ങളിലേക്ക് ഈ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന സംഗതിയായിരിക്കും. അത് നേരത്തെ തന്നെ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന് നിരന്തരം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധങ്ങൾ പലപ്പോഴും യുദ്ധം പ്ലാൻ ചെയ്യുന്നവരുടെ അജണ്ടയ്ക്കനുസരിച്ചും അവരുടെ വിഷൻ അനുസരിച്ചും ആയിരിക്കില്ല പല യുദ്ധങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. അതിനുശേഷം യുദ്ധാനന്തരം ഉണ്ടാകുന്ന ചേഞ്ചുകൾ അത് നിയന്ത്രിക്കാൻ ഈ യുദ്ധം പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര പബ്ലിക് ഒപ്പീനിയൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പബ്ലിക് ഒപ്പീനിയൻ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം യുദ്ധങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗസയിലെ ആ ജനസൈഡ് വംശഹത്യ കഴിഞ്ഞ 2.5 വർഷമായി തുടരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിലക്കും ഒരു സ്വീകാര്യതയില്ലാത്ത, പ്രത്യേകിച്ച് നെതന്യാഹുവിനെ നോക്കൂ നിങ്ങൾക്ക്, അദ്ദേഹത്തെ പല രാജ്യങ്ങളിലും ഇപ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധ്യമല്ല. അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു പേഴ്സണൽ രാഷ്ട്രീയ നിലനിൽപ്പിന്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ എപ്പോ ഇസ്രായേലിന്റെ അധികാരം അദ്ദേഹം കൈയൊഴിയുന്നുവോ അപ്പോ അദ്ദേഹം അവിടുത്തെ അഴിമതി കേസിലും അതുപോലെ തന്നെ നീതിന്യായ നിർവഹണത്തെ തടസ്സപ്പെടുത്തിയ കേസിലുമൊക്കെ വിചാരണ നേരിടാനിരിക്കുന്ന ആളാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, അത് ഒന്നുകിൽ രാജ്യത്തിന്റെ തൊട്ടടുത്തുള്ള ഗസ പോലുള്ള വളരെ ദുർബലമായ പ്രദേശങ്ങൾക്ക് നേരെ വംശഹത്യ അടക്കമുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ട്, അല്ലെങ്കിൽ ഇറാനെ പോലുള്ള ലബനാനിൽ സിറിയയിലുമൊക്കെ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നെതന്യാഹുവിന്റെ എല്ലാ കാലത്തുമുള്ള ഒരു അജണ്ട. അപ്പൊ ആ അജണ്ടയ്ക്ക് അമേരിക്ക വഴങ്ങി എന്നുള്ളത് വാസ്തവത്തിൽ പ്രസിഡന്റ് ട്രംപ് അതിന് പൂർണ്ണമായും വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് അമേരിക്കയിലും ഇസ്രായേലിന്റെ അകത്ത് തന്നെയും ഈ വരുന്ന ദിവസങ്ങളിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നേട്ടമുണ്ടാക്കുന്നത് ഉണ്ടെങ്കിൽ അത് താൽക്കാലികമായ നേട്ടം മാത്രമായിരിക്കും. ലോങ് റണ്ണിൽ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ദോഷകരമായി ബാധിക്കും, ലോകത്തിന് തന്നെയും. ഇത്രമാത്രം ഒരു സാമ്പത്തിക പ്രശ്നം ഇപ്പൊ നോക്കൂ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവരുടെ നാവിക ശക്തി വളരെ ഇൻടാക്ട് ആണ്, അതിനൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവർ വിചാരിച്ചാൽ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ 20% എണ്ണ വ്യാപാരം അതിന്റെ ഒരു നാഡി ഞരമ്പാണ് ഹോർമുസ് കടലിടുക്ക്. അതുപോലെ തന്നെ മേഖലയിലെ മിക്കവാറും എല്ലാ വ്യാപാര വ്യവസായ അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള നീക്കങ്ങളുടെ മിക്കവാറും എല്ലാം ഈ ഒരു ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നതിലൂടെ അതിനെ നിയന്ത്രിക്കാൻ ഇറാൻ മുതിർന്നാൽ, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലോക്കിന് ഇറാൻ മുതിർന്നാൽ അത് ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും. അപ്പോ ആ അർത്ഥത്തിൽ ഇതിനെ വല്ലാതെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്കക്ക് സാധിക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അന്തിമമായി അമേരിക്ക ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന സംഗതികൾ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമോ, അതല്ല ഇത് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകുമോ? ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ വാസ്തവത്തിൽ ഇപ്പോൾ ഒരു മറുപടിയും ലോകത്തിനില്ല. പ്രസിഡന്റ് ട്രംപിന് തന്നെ അതിനകത്ത് നിശ്ചയമില്ല. തീർച്ചയായിട്ടും ഡോക്ടർ താജ് ആലുവ, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ ആക്രമണങ്ങളുടെ ഭാവി എന്താണ്? അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് പോകാതെ ഇത് നിർത്താൻ സാധിക്കുമോ? അങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിന് തന്നെ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത് ഇനി അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇറാന്റെയും തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ്. വളരെയധികം നന്ദി ഡോക്ടർ താജ് ആലുവ, ഈ അവസരത്തിൽ താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലഭ്യമാക്കിയതിന്. എന്നാലും ഈ ഒരു ആക്രമണത്തിന്റെ ബാക്കി പത്രം എന്തായിരിക്കും? അയത്തുള്ള അലി ഖാംനയുടെ കൊലപാതകം അതൊരു നിർണായക ടേണിംഗ് പോയിന്റായി ആക്രമണങ്ങളിൽ മാറുമോ? ഇറാൻ കീഴടങ്ങുമോ? അത് അതിശക്തമായി ഇതിനൊരു പ്രതികാര നടപടിയുമായി മുന്നോട്ട് വരുമോ? അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ ഇനിയും ഭയപ്പെടേണ്ടതില്ലേ? ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, ഈ ആക്രമണം അവസാനിപ്പിക്കാൻ എന്ത് ഫോർമുലയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്? അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതാണ് വളരെ സാഹൂതം നോക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന ഭയാശങ്കകളോടെ ലോകവും നോക്കിയിരിക്കുകയാണ്.